പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറിച്ചിനെ കുറിച്ച് മാത്രമല്ല, ഹൈറിച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഹൈറിച്ചിലെ ലീഡർമാരെ വിശ്വസിക്കരുത് എന്നുള്ളത്. നമുക്കറിയാം, ഏറ്റവും വലിയ ലീഡറിൽ ഒരാളാണ് ജിനിൽ ജോസഫ് എന്ന് പറയുന്ന ഇരിട്ടിക്കാരൻ. അദ്ദേഹം ഈ ഹൈറിച്ച് അല്ലെങ്കിൽ വേറെ ഒരു നെറ്റ്വർക്കും ചെയ്യില്ല എന്നൊക്കെ ശപഥം ചെയ്ത ആളാണ്. പക്ഷെങ്കിൽ 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള കമ്പനികൾ ഓരോന്നായി തുടങ്ങുകയായിരുന്നു. ആദ്യം തുടങ്ങിയത് സ്വിഫ്റ്റ് ഡിഫി എന്നുള്ള ഒരു കമ്പനിയാണ്. അതിനു മുന്നേ വേറെ 1-2 നിലവിലെ നെറ്റ്വർക്കുകളിൽ ഇദ്ദേഹം സഹകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം സ്വന്തമായി തന്നെ ചില ആൾക്കാരെ ഡമ്മി ആയി വെച്ചുകൊണ്ട് ഇദ്ദേഹം തന്നെ സ്വന്തമായി തട്ടിക്കൂട്ടിയ ഒരു സാധനമാണ് സ്വിഫ്റ്റ് ഡിഫി എന്ന് പറയുന്നത്. അതിനുശേഷം ഗ്രാവിറ്റി മെറ്റ എന്ന് പറഞ്ഞിട്ട് വേറെയൊരു പേരിൽ ഇതും എല്ലാം തന്നെ ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള സംഭവമായിരുന്നു. ഗ്രാവിറ്റി മെറ്റയുടെ ഓഫീസ് പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മാഹിയിലാണ്. അതുകൊണ്ട് കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഗ്രാവിറ്റി മെറ്റ എന്ന് പറയുന്ന നിക്ഷേപം. അത് തുടങ്ങിയ കാലത്ത് തന്നെ ഇത് തട്ടിപ്പാണ്, ഇദ്ദേഹത്തെ വിശ്വസിക്കരുത്, നിങ്ങളുടെ പണം പോവുമെന്ന് നമ്മളൊക്കെ പറഞ്ഞതാണ്. ഒരുപാട് വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ പണം, ലക്ഷങ്ങൾ, വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലാത്ത, വാർദ്ധക്യകാലത്ത് സ്വരുക്കൂട്ടി വെച്ച ആൾക്കാരുടെ പണം, ആരോരുമില്ലാത്തവരുടെ പണം ഒക്കെ ഇവർ ചതിച്ച് കൈക്കലാക്കി ഇപ്പോൾ ഒന്നുമല്ലാതെ ആക്കിയിരിക്കുകയാണ്. അവരിപ്പോൾ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായി. ഗ്രാവിറ്റി മെറ്റയിൽ പണം നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. വാട്സപ്പ് കൂട്ടായ്മ, 200 കണക്കിന് ആൾക്കാർ ആ കൂട്ടായ്മയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ അവരുടെ സങ്കടങ്ങൾ പറയുകയാണ്. നമ്മളെ അങ്ങനെ പറ്റിച്ചു, നമ്മളോട് ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ എപ്പോൾ ഫണ്ട് ഉണ്ടാവാനാണ്, ഇവർ ഈ കമ്പനി സ്വയം പൊട്ടിച്ചതല്ലേ, ഈ 13 പേര്, ഇവരുടെ ഡയറക്ടർ ബോർഡിലുള്ള 13 പേർക്കല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്തം, അവരൊക്കെ അർമാദിക്കുകയായിരുന്നില്ലേ, ഇവിടെ വയനാട്ടിൽ പോയിട്ട്, ഊട്ടിയിൽ പോയിട്ട് ഒക്കെ ഇവർ അർമാദിക്കുകയായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാമുകളായിരുന്നു അതൊക്കെ. ഇപ്പോൾ അതും പൊട്ടിച്ചിട്ട് ഇപ്പോൾ നെക്സ്റ്റ് വൈബ് എന്ന് പറയുന്ന അതേ ആൾക്കാർ മറ്റൊരു പേരിൽ കമ്പനി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ നെക്സ്റ്റ് വൈബിനെ ആരും തന്നെ ഇതുപോലെ പറ്റിക്കപ്പെടാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് യാതൊരുവിധ ചലനവും സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പണം എടുത്തിട്ട് ഗ്രാവിറ്റി മെറ്റയിൽ പണം പോയവർക്ക് തരാമെന്നുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഹൈറിച്ചുകാരായ പലതും പരീക്ഷിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ കരഞ്ഞിരിക്കൂ എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെയും മറ്റ് ലീഡർമാരെയും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കൂ. എന്താണല്ലേ, സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സ്റ്റേജിലുള്ള നിങ്ങളുടെ പണം അപഹരിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടാക്കിയ ലീഡർമാരെ വേണ്ട രീതിയിൽ കണ്ട് നിങ്ങളുടെ പണം തിരികെ വാങ്ങുകയാണ് വേണ്ടത്. നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഹൈറിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നത് ഈ സ്ത്രീയുടെ, രാജി തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ത്രീയുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 30 പൈസ കിട്ടും, 20 പൈസ കിട്ടും. അങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ
ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ് വീഡിയോ നമ്മൾ ആദ്യം 2016-17 കാലഘട്ടത്തിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരാണ് ഈ ഹൈ റിച്ചിൻ്റെ സൊസൈറ്റിയുമായി കൊണ്ടു നടക്കുന്നത്. ക്രിപ്റ്റോ തട്ടിപ്പിൻ്റെ ബ്രെയിൻ ആയിരുന്ന അബ്ദുൽ ബാരിയെ പോലെയുള്ള ആൾക്കാർ. അപ്പോൾ ഇവരെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ അംഗത്വം എടുത്ത് ഇവർ പറയുന്നത് പോലെ പ്രവർത്തിക്കൂ. അല്ലെങ്കിൽ അടുത്ത ജിനിലിനെ പോലെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന പുതിയ പുതിയ കമ്പനികളിൽ വന്ന് തലവെച്ച് കൊടുക്കൂ എന്നാണ് ഇവരോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പിന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ സൊസൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാലും ഒന്നും തന്നെ യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ ED ഇനിയും ഒരുപാട് ലീഡർമാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ആൾക്കാരെയും കൂടി എന്തായാലും 3000-4000 ആൾക്കാരെയൊന്നും പ്രതി ചേർക്കാൻ പറ്റില്ലെങ്കിലും ഈ 37 എന്നുള്ളത് 37 മാറി കുറച്ച് ആൾക്കാരെ കൂടി അടുത്ത ഘട്ടത്തിൽ പ്രതികളായിട്ട് വരും. അവരെങ്കിലും ഈ പരിപാടി നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ.